മുംബൈ പൊതുവെ കേൾക്കുന്നത് ഒരു അണ്ടർ വേൾഡിൻ്റെ ഒരു പ്രത്യേകിച്ചും അങ്ങനെ ഒരുപാട് വലിയ പേരുകൾ വരദരാജ മുതലിയാർ അങ്ങനെ തുടങ്ങിയ പേരുകളൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്കൊക്കെ മലയാളികൾ പൊതുവെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സ്ഥിതി എന്താ? എനിക്ക് അങ്ങനെ അണ്ടർ വേൾഡ് അന്ന് മുംബൈയിൽ ഞങ്ങൾ സാംഗ്ലി കഴിഞ്ഞിട്ട് യവത്മാളിലായി. സാംഗ്ലിയിലും 4 കൊല്ലമായിരുന്നു, പിന്നെ യവത്മാളിൽ 3 കൊല്ലം, പിന്നെ ബോംബെയിലേക്ക് 1972 വന്നു ഡെപ്റ്റി കമ്മീഷണർ. എൻ്റെ വെസ്റ്റേൺ സബർബ്സ് വലിയ ഇതാണ്. ഇപ്പോൾ പണ്ട് 4 സോണിൽ ഡെപ്റ്റി കമ്മീഷണർ ഉണ്ടായിരുന്നു ബോംബെയിൽ. ഇന്നിപ്പോൾ 32 ആളുണ്ട്. അന്ന് ജൂറിഡിക്ഷൻ വളരെ വലുതായിരുന്നു. ബാൻഡ്ര ടു ബോർഡിൽ എന്ന് പറഞ്ഞാൽ വലിയ ഏരിയയാണ്. അപ്പോൾ വല്ല അണ്ടർവേൾഡ് ഉണ്ടായിരുന്നില്ല അന്ന്. ക്രൈം ഉണ്ടായിരുന്നു, പക്ഷെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ടായിരുന്നില്ല. ചെറിയ തോതിലുണ്ടായിരുന്നു. ഈ ചെറിയ തോതിലെന്ന് പറഞ്ഞാൽ സ്മഗ്ലിങ് അതുണ്ടായിരുന്നു, ആ ഹാജി മസ്താൻ. പക്ഷേ അത് യൂഷ്വലി അത് ശരിക്കും കസ്റ്റംസുകാരാണ് ഡീൽ ചെയ്യുക. ഓർ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് ക്രൈം ബ്രാഞ്ചാണ്. ക്രൈം ബ്രാഞ്ചിൽ ദർ ഈസ് വാട്ട് ഇസ് കോൾഡ് ക്രൈം ഡിറ്റക്ഷൻ ബ്രാഞ്ച്, അവരാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അതിൽ വരില്ല. വല്ലതും അങ്ങനെ ഉണ്ടെങ്കിൽ അത് വി ട്രാൻസ്ഫർ ടു ക്രൈം ബ്രാഞ്ച്. പിന്നെ ഈ 70s അത്ര അണ്ടർവേൾഡ് ഉണ്ടായിരുന്നില്ല. ഇത് ബോംബെയിൽ അണ്ടർവേൾഡ് തുടങ്ങിയത്, അതും അണ്ടർവേൾഡ് വാർ അതൊക്കെ തുടങ്ങിയത് 1977-78 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 76 ഞാൻ റോയലിൽ പോയല്ലോ. അങ്ങനെ അത്ര എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ മുംബൈയിൽ പൊതുവെ അക്കാലത്തൊക്കെ ആണല്ലോ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ അപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ശിവസേന, അതെ, ശിവസേനയുടെ തുടക്കമായിരുന്നു അന്ന്. അതെ, അന്ന് അവർ വന്നിട്ട് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവരുടെ കംപ്ലയിൻറ്റ് ഇതാണ്. ആദ്യം സൗത്ത് ഇന്ത്യൻസിൻ്റെ ഗിൽറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അന്നും ഞങ്ങളുടെ സൗത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട് ഇവിടെ. IPS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, IAS ഓഫീസേഴ്സ്. പക്ഷേ അവസാനം ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാകുമ്പോൾ ഐ കെയിം ടു നോ ബാൽ ഠാക്കറെ പേഴ്സണലി. അയാൾ എൻ്റെ വീട്ടിലും കൂടി വന്നിട്ടുണ്ട്. അന്ന് ഇവിടെയല്ല, ഞങ്ങൾ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാകുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ശരിക്ക് സൗത്ത് ഇന്ത്യൻസിൻ്റെ എഗൻസ്റ്റ് ഒന്നുമില്ല. ഇത് ഞങ്ങൾ വി ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ പൊളിറ്റിക്സ്. ഓൺ ദി അതർ ഹാൻഡ് അവൻ പറയണ വി ലൈക്ക് സൗത്ത് ഇന്ത്യൻ ബിക്കോസ് ദേ ആർ ഓണസ്റ്റ്. വേറെ നമ്മുടെ നാട്ടുകാർ അങ്ങനെ ഓണസ്റ്റ് അല്ല. പക്ഷേ ഞങ്ങളിങ്ങനെ ചാടിക്കളിക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ മഹാരാഷ്ട്രൻസിൻ്റെ ബേസിക് പ്രോബ്ലം ഇതാണ്. യു പീപ്പിൾ ആർ മച്ച് മോർ ഇൻ്റലിജൻറ്റ് ദാൻ us. യു ആർ ഏബിൾ ടു അഡാപ്റ്റ്. അന്ന് ഷോർട്ട് ഹാൻഡും ടൈപ്പ് ഉള്ളൂ, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്ററും പഠിച്ചിട്ട് ഇവിടെ വരും. എല്ലാ കമ്പനിയിലും അവരാണ്, ഗവൺമെൻറ് സർവീസിലും അവരാണ്. അപ്പോൾ ഞങ്ങളെവിടെ പോവാം? അതാണ് ഞങ്ങളുടെ കംപ്ലയിൻറ്റ്. അതിപ്പോൾ ഞങ്ങൾ പിന്നെ ഹോക്കേഴ്സ്, ഈ ഹോക്കേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദാദാബായി നവറോജിയോ, കൊളാബ എല്ലാവിടെയും അതാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചാടി കളിക്കും. പിന്നെ വേറൊന്ന് മിൽ ലേബർ. അന്നത്തെ കാലത്ത് ബോംബെയിൽ ഒരു 80 ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടായിരുന്നു. ഞാൻ സെൻട്രൽ ബോംബെയിൽ, ആദ്യം വെസ്റ്റേൺ സബേഴ്സ് ആയിരുന്നു, പിന്നെ സെൻട്രൽ ബോംബെയിൽ വന്നപ്പോൾ ഏറ്റവും കോൺസെൻട്രേഷൻ ഇപ്പോൾ ഈ വർലി, പിന്നെ പരേൽ, ദാദർ, ആ സമയത്തിലൊക്കെ ഒരു കിലോമീറ്ററിൽ ഒരു മില്ല് കാണും. അപ്പോൾ എല്ലാവരും ആ മില്ലിൻ്റെ യൂണിയൻ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. അത് അന്ന് കോൺഗ്രസ്സുകാരുടെ യൂണിയൻ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ യൂണിയൻ ഉണ്ടായിരുന്നു, പിന്നെ പ്രൈവറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, പിന്നെ ശിവസേനയും തുടങ്ങിയിട്ട് അവരെയും യൂണിയൻ തുടങ്ങി. അവർ കത്തിക്കുത്ത് അതൊക്കെ അങ്ങനെ ഇതാക്കി ദേ വോണ്ടഡ് ക്യാപ്ചർ ദി കോർപ്പറേഷൻ, പിന്നെ MLA അതൊക്കെ വേണ്ടിയിട്ട് അതുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനത്തെ റൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെയും വൈകുന്നേരം എന്തെങ്കിലും അടിപിടി ഉണ്ടാവും. അപ്പം വളരെ ടഫ് ലൈഫായിരുന്നു. പിന്നെ ഞാൻ 1973 സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ബോംബെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിൻ്റെ മാതിരിയാണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഒരുപാട് പവേഴ്സ് ഉണ്ട് അവർക്ക്.
പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഫാക്ടറിക്കാർ വല്ലത് അവിടെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അഡ്വൈസ് ഉണ്ട് ചെയ്യുള്ളൂ. കാരണം ദർ ഇസ് എ ലേബർ ബ്രാഞ്ച് ഓൾസോ അണ്ടർ മീ. അപ്പോൾ വർക്കേഴ്സും വരും, മിൽ ഓണേഴ്സും വരും, അവരുടെ കംപ്ലയിൻ്റ് കൊണ്ടിട്ട് ഒരുപാട് സ്ട്രൈക്സ് അന്നത്തെ കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു 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 റെപ്യൂട്ടേഷനാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദി പോലീസ്. ആക്ച്വലി പോലീസ് ആർ നോട്ട് സപ്പോസ് ടു ഡാബിൾ ഇൻ പൊളിറ്റിക്സ്. പക്ഷേ ഞങ്ങളുടെ ഇതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വലിയ വിശ്വാസമാണ്. അങ്ങനെ ബട്ട് ഇറ്റ്സ് എ വെരി ഹെവി ജോബ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാത്രിയാണ് നടക്കുക. യൂണിയൻ്റെ മീറ്റിങ്സൊക്കെ രാത്രി 10 മണിക്ക് ശേഷമാണ്. എന്നിട്ട് അത് 12 മണി വരെ കൊണ്ടും എന്നിട്ട് അവർ പോകും. അത് വി ഹാവ് ടു ഇൻഫോം ലേബർ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ. അന്നത്തെ കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇത് മൊറാർജി ദേശെ തുടങ്ങിയ ഒരു ട്രഡീഷനാണ്. എവറി മോർണിംഗ് സ്പെഷ്യൽ ബ്രാഞ്ച് DCP ഷുഡ് ഗോ ആൻഡ് ബ്രീഫ് ദി ചീഫ് മിനിസ്റ്റർ എന്താ നടക്കാൻ പോകുന്നതാണ്. കാരണം ഒരു സമയത്ത് 10 മണിക്ക് ട്രബിൾ ഉണ്ടാവും, 12 മണിക്ക് ട്രബിൾ ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ഹെവി ജോബ്, വെരി ഹെവി ജോബ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 24 hours. വീട്ടിൽ വന്നാലും ഫോൺ വരും. അന്നത്തെ കാലത്തൊക്കെ ബാൽ ഠാക്കറെ രാത്രി 12 മണിക്കാണ് ഫോൺ ചെയ്യുക, അവരുടെ ലേബർ ലീഡർ. പിന്നെ ലേബർ മിനിസ്റ്റർ വിളിക്കും, ഈ മീറ്റിങ്ങിൽ എന്താണ് നടന്നത്. അപ്പോൾ ഇറ്റ് വാസ് വെരി ടഫ് ജോബ്. അതായത് 74 to 76.